പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് പുതിയൊരു പാഠം ന്യൂ ഷേപ്സ്, പുതിയ രൂപങ്ങൾ ആ ഭാഗമാണ് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു രൂപം കാണാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 66 രണ്ട് ഷേപ്സ് കാണാം. അതിൽ ഫസ്റ്റ് ഷേപ്പ് നോക്കുക. ഫസ്റ്റ് ഷേപ്പ് ഒരു സ്റ്റെപ്പാണ്. നമ്മളെ വീടുകളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്റ്റെപ്പ്, നമ്മൾ കാണുന്ന സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പിൻ്റെ വ്യാപ്തം കാണണം, അഥവാ വോളിയം കാണണം. അപ്പോൾ നമ്മൾ ഇത് ഓരോ കട്ടയും ഒരു ക്യൂബാണ്, അഥവാ 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും 1 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ക്യൂബ് സമചതുര കട്ടയാണ് ഓരോ കട്ടയും. അപ്പോൾ 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ കല്ലുകൾ എണ്ണുക. ഇങ്ങോട്ട് 9 കട്ടകളാണ്. അപ്പോൾ 9, ഇവിടത്തേക്കും 9. അപ്പം 4 സൈഡും 9 ഉള്ള കട്ടകളാണ്. അപ്പോൾ ഉയരം 1, ഏറ്റവും അടിയത്തെ സ്റ്റെപ്പ് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ആദ്യം കണ്ടിരിക്കുന്നത്. നീളം 9, വീതി 9, ഉയരം 1. നീളം 9, വീതി 9, ഉയരം 1. അപ്പം എങ്ങനെ വരും? 9 × 9 9 81, 81 81 തന്നെ. കാണാനുള്ളൊരു വഴി ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നീളം വീതിയും ഉയരവും. അപ്പം നീളം ഇങ്ങോട്ട് 9 വരും, ഇങ്ങോട്ട് 3 വരും, പിന്നെ ഉയരം ഇങ്ങോട്ട് 4 വരും. ഇങ്ങനെ ഏത് രൂപത്തിലും കട്ട് ചെയ്യുക. ഞാൻ അടിയത്തെ സ്റ്റെപ്പ് ആദ്യം കണ്ട്, പിന്നെ അതിൻ്റെ മേലത്തെ സ്റ്റെപ്പ്, പിന്നെ മേലത്തെ സ്റ്റെപ്പ്, പിന്നെ മേലത്തെ സ്റ്റെപ്പ്. ഇങ്ങനെയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇത്ര കാണാം, പിന്നെ ഇതിൻ്റെത് കാണാം, പിന്നെ ഇതിൻ്റെത് കാണാം, പിന്നെ ഇത് കാണാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കട്ട് ചെയ്താൽ, എങ്ങനെ കട്ട് ചെയ്താലും മൊത്തം ഉൾക്കൊള്ളണം. ഇപ്പോൾ ഫസ്റ്റത്തെ ഈ സ്റ്റെപ്പിൻ്റെ 81 ഗാസേമിയ അല്ലെങ്കിൽ 81 ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. 81 ഗാസേമി. ഇംഗ്ലീഷ് മീഡിയക്കാർ ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് ഈ കട്ട. ഇത് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടേക്ക് 3 3 6 7. ഇവിടേക്ക് 9 തന്നെയാണ്. ഇത് മാറില്ല. ഈ കട്ട എല്ലാ സ്റ്റെപ്പും 9. അപ്പം നീളം 9, വീതി 7, ഇതിൻ്റെ ഉയരം 1 × 1. അപ്പോൾ 9 7 എത്രയാണ്? 63. 9 × 7 × 1 63 കിട്ടും. 63 × 1 63. അപ്പം അത്ര ഗാസേമിയാണ്. ഇനി അടുത്ത് ഞാൻ ഈ മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇത് ഇങ്ങോട്ട് 5 ലെങ്ത് 9 തന്നെ, നീളം 9, ബ്രെഡ്ത്ത് വീതി 5 × ഹൈറ്റ് 1. അപ്പം 9 × 5 45, 45 × 1 45 × 1 45 തന്നെ. ഇനി അടുത്ത സ്റ്റെപ്പ്. ഇത് ഇങ്ങോട്ട് 3. ഓരോ സ്റ്റെപ്പും വീതി 2 ഇങ്ങനെ കുറഞ്ഞു വരിക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇത് 3. അപ്പം 9 × 5 × എന്ത് വരും? 1. അപ്പൊ എത്ര വരും? 9 × 3 × 1, സോറി 3 × 1. ഇത് 3 അല്ലേ? ബ്രെഡ്ത്ത് 3 ആണ്. 9 × 3 × 1 27. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 4 കൂടി കൂട്ടിയാൽ ഈ രൂപത്തിന്റെ മൊത്തം എത്ര ഘന സെന്റിമീറ്റർ ഉണ്ടെന്ന് കിട്ടും. 3 4 5 9 7 16 6 ബാക്കി 1 3 4 7 6 13 8 21 ഗാസേമി. ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ, 216 ക്യൂബിക് സെന്റിമീറ്റർ. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടുപിടിക്കുക. അതേപോലെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് പറയുന്ന അടിയത്തെ ഇത് ഒരു സമചതുരാണ്, സ്ക്വയറാണ്, ഒരു സമചതുര കട്ടയാണ്. അടിയത്ത് 9 സെൻറ്റിമീറ്ററാണ്. എല്ലാ വശങ്ങളും 9 സെൻറ്റിമീറ്ററാണ്. അപ്പം 9 × ഹൈറ്റ് 1. അപ്പം 9 × 9 × 1. അടുത്തതോ എല്ലാ വശങ്ങളും 7 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 7 × 7 × 1 ഹൈറ്റ് 1, ഉയരം 1. അടുത്തത് 5 5 × 5 × 1 5 × 5 × 1. അടുത്തത് 3 ആണ്. എല്ലാ വശങ്ങളും 3 ആണ്. അപ്പോൾ 3 × 3 × 1. അടുത്ത് 1 ആണ്.
അപ്പോൾ ഓരോ സ്റ്റെപ്പ് മേലോട്ട് കഴിയും തോറും 2 ഇങ്ങനെ കുറഞ്ഞു വരിക. അപ്പോൾ ആദ്യത്തെ 9 സെന്റിമീറ്ററിൽ ചുറ്റും 9 സെന്റിമീറ്റർ ആണ്, അഥവാ എല്ലാ വശങ്ങളും 9 സെന്റിമീറ്റർ, ഹൈറ്റ് 1, പിന്നെ 7, പിന്നെ 5, പിന്നെ 3, പിന്നെ 1. അപ്പോൾ 1 × 1 × 1, ലാസ്റ്റത്തെ ഈ കട്ട 1 × 1 × 1. അപ്പോൾ ഇനി ഈ ഇതെല്ലാം കൂടി 9 9 81, 7 7 49, 5 5 25, 3 3 9, 1 1 1, ഈ എല്ലാ സംഖ്യകളും കൂടി കൂട്ടിയാൽ ഏതിൻ്റെ ഉത്തരം കിട്ടും? അത് നിങ്ങൾ പിന്നെ ചെയ്ത് നോക്കുക. എല്ലാം കൂടി കൂട്ടിയാൽ എന്ത് ചെയ്യും? ഈ പിന്നെ സ്റ്റെപ്പിൻ്റെ ഈ സ്തൂപത്തിൻ്റെ ഉത്തരം കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഇതിൽ 2 വർക്ക്. ഇനി നിങ്ങൾക്ക് ഈ എഫിന്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. നിങ്ങളെ പുസ്തകത്തിൽ ഈ അതുപോലെ എച്ച് ടി ഒക്കെ ചെയ്യാനുണ്ട്. എങ്ങനെ എഫ് ചെയ്യുമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഒന്നായിട്ട് ഇങ്ങനെ നമുക്ക് പിന്നെ ഇതിന്റെ വോളിയം വ്യാപ്തം കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതിനെ കട്ട് ചെയ്യുക. ഇതിനെ ഏതെങ്കിലും രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഒക്കെ ചതുരാക്കി എടുക്കുക, ചതുരസ്തംഭാക്കി എടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് അപ്പോൾ ഇതൊരു ഭാഗമായി, ഇങ്ങനെ ഇതൊരു ഭാഗം, പിന്നെ ഇതൊരു ഭാഗം. ഇനി ഇതിന്റെ സെന്റിമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 5ഉം 1ഉം. ഹൈറ്റ് എല്ലാത്തിന്റെ 1 മൊത്തം ഹൈറ്റ് 1. അത് വരച്ചുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഹൈറ്റ് ഞാൻ വരച്ചിട്ടില്ല. ഹൈറ്റ് മൊത്തം 1. അപ്പൊ 5 × 1, ഈ ഷേപ്പിന് ഇത് ഷേപ്പ് 1. 5 × 1 × 1. ഇനി നമ്മൾ ഇതെടുക്കണം. ഇത് ടോട്ടൽ 10. ടോട്ടൽ 10. അത് നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? ഇവിടെ 1 കുറഞ്ഞ്. ഇനി ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5 ഇവിടെ എന്താവും? 4 ആവും. 4 × 1 × 1 ആവും. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതും തുല്യമായിരിക്കും. ഇതെന്തും 4 × 1 × 1, 4 × 1 × 1. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സുഖം. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തത് കൊണ്ട് ഇനി ബാക്കി ഇവിടെ എത്രയുള്ള ഈ 10 സെന്റിമീറ്ററിൽ 1 സെന്റിമീറ്റർ കുറഞ്ഞ് ബാക്കി 9. പിന്നെ ഇങ്ങോട്ട് 1, ഹൈറ്റ് 1. അപ്പോൾ 9 × 1 × 1 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി ഇത് എത്രയാണ്? ഇത് ഇങ്ങോട്ട് 4 വീതി 1, ഉയരം 1. അപ്പം 4 × 1 × 1. ഇതെല്ലാം കൂടി കൂട്ടാം. 5 1 1 1 5 1 1 തന്നെ. 9 1 1 9 1 9, 4 1 4 4 1 4 1. ഇതെല്ലാം കൂടി കൂട്ടുക. ഇനി ഹൈറ്റ് 2 ആണെങ്കിൽ ഈ ഹൈറ്റ് ഇവിടെ ഒക്കെ എന്താ വരിക? 2 വരിക. ഞാൻ ഇവിടെ ഹൈറ്റ് 1 ആക്കിയത് കൊണ്ടാണ്. നിങ്ങളെ ക്വസ്റ്റ്യനിൽ ഹൈറ്റ് 2 ആണെങ്കിൽ ഈ 1ന്റെ സ്ഥാനത്തൊക്കെ 2 ഇടേണ്ടി വരും. അപ്പം ഇനി ഇതെല്ലാം കൂടി കൂട്ടുക. 9 5 14 4 8, 14 4 18, 18 ഘന സെന്റിമീറ്റർ. അതാ 18 ക്യൂബിക് സെന്റിമീറ്റർ. ഇങ്ങനെയാണ് ആൻസർ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ എഫ് എച്ച് ടി അങ്ങനത്തെ ഇംഗ്ലീഷ് അക്ഷരമാല ഒരു പിന്നെ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ വോളിയം എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ അതാണ് നിങ്ങൾക്ക് ഇന്നത്തെ വർക്ക്. അത് കാണുമെന്ന് ചോദിച്ചാൽ ആദ്യം എന്ത് ചെയ്യുക? ചതുരാക്കി ഇത് കട്ട് ചെയ്യുക. എന്നിട്ട് അത് ഓരോന്നും നീളം എത്ര സെന്റിമീറ്റർ, വീതി എത്ര സെന്റിമീറ്റർ, ഉയരം എത്ര സെന്റിമീറ്റർ എന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം ഓരോ ഷേപ്പിൻ്റെയും ഒന്നാമത്തത് ഇത് 1, ഇത് 2, ഇത് 3. അപ്പം എത്ര ഷേപ്പ് ഉണ്ടോ കട്ട് ചെയ്തിട്ട് എത്ര ഭാഗം ഉണ്ടോ ആ ഭാഗത്തിൻ്റെ ഒക്കെ വോളിയം കാണുക. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടി ഒന്നായിട്ട് കൂട്ടുക. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഈ പ്രോബ്ലം ചെയ്യൽ.